ഒരു സൈനികൻ രാജ്യരക്ഷയ്ക്കായി ശത്രുവിനെ കൊല്ലുമ്പോൾ കർമ്മഫലം അയാൾക്ക് വരില്ല. വ്യക്തിപരമായി അതിൽ പ്രത്യേക താല്പര്യം ഇല്ലാത്തിടത്തോളം എന്ന് സ്വാമി പറഞ്ഞതായി ഓർക്കുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഒരു സൈനികൻ രാജ്യരക്ഷയ്ക്കായി ശത്രുവിനെ കൊല്ലുമ്പോൾ അയാൾക്ക് അയാളുടെ പരിമിതമായ ഹിംസാദോഷം വരില്ല എന്നാണ് പറഞ്ഞത്. കർമ്മഫലം ഇല്ലാതില്ല, കർമ്മത്തിന് ഫലമാണ്. പരിമിതമായ ഹിംസാഫലം അയാൾക്ക് ഇല്ല. കാരണം അയാളുടെ തൊഴിൽ നിർവഹിച്ചതാണ് രാഷ്ട്രത്തിന് വേണ്ടത്. എന്നാൽ സൈനികൻ എന്ന നിലയ്ക്ക് തനിക്ക് കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വ്യക്തി താല്പര്യം അനുസരിച്ച് ഹിംസിച്ചാൽ അത് മഹാപാപം തന്നെയാണ്. എന്നാൽ ഭീകരവാദികളിൽ പലരും അവർ കുഞ്ഞുനാൾ മുതൽ കേട്ട് പഠിച്ചു പറഞ്ഞ പുണ്യകർമ്മത്തിന്റെ ഭാഗമായാണ് മറ്റുള്ളവരെ കൊല്ലുന്നത് എന്ന് തോന്നുന്നല്ല. തീർച്ചയായിട്ടും ശരിയല്ല. മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞതനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് മറ്റുള്ളവരെ കൊല്ലണം, ആ പുണ്യമാണ്, സ്വർഗം കിട്ടും, സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് 72 ഭൂമികൾ കാത്തു നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിശ്വാസം ധർമ്മവിരുദ്ധമാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് അഹിതമാകും. അവരുടെ രീതിയിൽ കൈകാര്യം ചെയ്യും. ഈ ചെയ്യുന്നവർ എന്തിനു പാത്തും പതുങ്ങുകയും ചെയ്യുന്നു? എന്തിന് പാത്തും പതുങ്ങുകയും ചെയ്യുന്നു? താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉള്ളിൽ തോന്നലുള്ളത്. നമുക്ക് തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ, പ്രത്യേകിച്ച് NIA കീഴിൽ ധാരാളം റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്ന് പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ധാരാളം റാഡിക്കലൈസേഷൻ പ്രവർത്തനം നടക്കുന്നു. ഈ റാഡിക്കലൈസേഷൻ പ്രവർത്തനം ഏറ്റവും അധികം കേന്ദ്രീകരിച്ചിട്ടുള്ളത് മത തീവ്രവാദികൾക്കും നക്സലൈറ്റുകൾക്കും ഇടയ്ക്കാണ്. ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് ഇവർ മാറി വരുന്നുണ്ട്. ഇവരുടെ തോക്ക് താഴെ വെച്ച് അല്ലെങ്കിൽ ഇവരുടെ കൊല്ലാനുള്ള പ്രവണത മാറ്റി പണിയെടുത്ത് ജീവിക്കാൻ തയ്യാറാവുന്നുണ്ട്. ധാരാളം ഭീകരവാദികൾ അങ്ങനെ മാറിക്കഴിഞ്ഞു. ധാരാളം പേര് മാറിക്കഴിഞ്ഞു. ഈ റാഡിക്കലൈസേഷൻ പരിപാടി ക്ലാസ് നടത്താൻ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠന്മാരുണ്ട് നമുക്ക്. അപ്പോൾ അവർ തെറ്റിദ്ധരിച്ചതാണ്. നേരെ മറിച്ച് ഒരു റാഡിക്കലൈസേഷൻ ക്ലാസ് നടത്തിയാൽ സൈനികൻ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആകും. കാരണം അവൻ അഭിമാനത്തോടു കൂടി അവൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന കർത്തവ്യമാണ്. മറ്റത് ചെയ്യുന്നവർ തന്നെ അറിയാൻ ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഇതാണ് അതിൻ്റെ സത്യസന്ധമായ മറുപടി നമ്മുടെ അഭിപ്രായത്തിൽ. വ്യക്തിപരമായി അവർ ചെയ്യുന്ന ദൈവം അവരെ നിക്ഷിപ്തമാക്കിയ കർമ്മമാണ്. ദൈവം ആരിലും ഒരു കർമ്മം നിക്ഷിപ്താക്കിയിട്ടില്ല. ദൈവം സൈനികനിലും കർമ്മം നിക്ഷിപ്താക്കിയിട്ടില്ല, ഭീകരവാദിയിലും നിക്ഷിപ്താക്കിയിട്ടില്ല, എന്നിലും നിക്ഷിപ്താക്കിയിട്ടില്ല, നിന്നിലും നിക്ഷിപ്താക്കിയിട്ടില്ല. നമ്മുടെ പ്രാരബ്ധം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ദൈവത്തെ അവിടെ ദയവ് ചെയ്ത് കൂട്ടിക്കുറയ്ക്കരുത്.